ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ എക്സൈലം PSCയുടെ ഇന്നത്തെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക സെഷനാണ് കേട്ടോ. ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഒരു സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാല് ആ കെമിസ്ട്രി ഫിസിക്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഭയങ്കരമായ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം തന്നെയാണ് ഇന്ന് ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. 71ാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം പകുതിയോളം ചോദ്യം ഉണ്ടല്ലേ. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് പകച്ചു പോവും, പ്രത്യേകിച്ച് എക്സാം എഴുതാനിരിക്കുന്നവര്. കാരണം 10th പ്രിലിംസിന്റെ അല്ലെങ്കിൽ ഒരു 10th ലെവൽ എക്സാമിന്റെ പ്രിലിം സ്റ്റേജിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലരും എക്സ്പെക്ട് ചെയ്യില്ല. ശരിക്കും ഇത് പലരും കെമിസ്ട്രി എന്ന് പറഞ്ഞ് തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പൂർണ്ണമായും കെമിസ്ട്രി എന്ന ഭാഗത്തു നിന്നാണോ ചോദിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് പ്യുവർ കെമിസ്ട്രി ആണെന്ന് തോന്നും. എന്നാൽ ഇത് വെറും കെമിസ്ട്രി അല്ല, ആറ്റത്തിന്റെ ഉള്ളിലേക്കുള്ള കുറച്ച് കോൺസെപ്റ്റ് ആണ്. പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയും. പാർട്ടിക്കിൾ ഫിസിക്സിനകത്ത് നിന്ന് അത്യാവശ്യം ഡെപ്തിലേക്കുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ശരി, നോക്കിക്കോളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ കണം ഏതാ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ, മാറ്ററിന്റെ അടിസ്ഥാന കണം ഏതാ എന്ന് ചോദിക്കാം. ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം ഏതാ എന്ന് ചോദിക്കാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണം ഏതാ എന്ന് ചോദിക്കാം. ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോ, അതുപോലെ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ചെറിയ കണം, ഇതിലെല്ലാത്തിനും ഉത്തരം ഒരു ഡൗട്ടും കൂടാതെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിപ്പോ LGS ആയിക്കോട്ടെ, 10th, പിന്നെ ഇനി 12th ലെവലിലുള്ള എക്സാംസിനായിക്കോട്ടെ, ഡിഗ്രി ലെവലിലുള്ള എക്സാംസിനായിക്കോട്ടെ, നമ്മൾ ആറ്റം എന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആറ്റം പഠിച്ച് തുടങ്ങുമ്പോൾ ഈ 4 ഡെഫിനിഷൻ പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ലേ. ഒരിക്കൽ കൂടി, ദ്രവ്യത്തിന്റെ അടിസ്ഥാന കണം ആറ്റം, ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം ആറ്റം, ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ചെറിയ കണം ആറ്റം, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണം ആറ്റം. ക്ലിയർ അല്ലേ? ആറ്റം കണ്ടെത്തിയ വ്യക്തി ജോൺ ഡാൾട്ടൺ ആണെന്നറിയാം. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സങ്കല്പത്തെ നോക്കിയെന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഈ ലഘുകണങ്ങൾ, ആറ്റങ്ങൾ ഇൻഡിവിസിബിൾ ആണ്, വിഭജിക്കാൻ കഴിയാത്തതാണ്. പിന്നീട് ഒരുപാട് വ്യക്തികൾ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ആറ്റം സൂക്ഷ്മമായ കണമാണെങ്കിൽ കൂടിയും അതിനെ വിഭജിക്കാമെന്നും, അതിനെ കീറി മുറിക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ചാർജ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വേറെയും കണികകൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. അതിന് കുറെ എക്സാമ്പിൾസ് ആണല്ലേ ഈ ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം. അതിനു മുമ്പ് യൂജിൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞിരുന്നു. JJ തോംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം, ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന വ്യക്തിയുടെ ന്യൂട്രോണിന്റെ കണ്ടുപിടുത്തം. അപ്പോ ഇതൊന്നും അല്ലാതെ പിന്നെയും ഒരുപാട് കണികകൾ ആറ്റത്തിനുള്ളിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ആ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ദ്രവ്യം വിഭജിക്കാൻ കഴിയാത്ത ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. അതിനെയല്ലേ നമുക്കൊന്ന് തിരുത്തേണ്ടി വരും. വിഭജിക്കാൻ കഴിയാത്ത എന്ന പ്രയോഗം മാറ്റിയിട്ട് ആറ്റങ്ങളാൽ നിർമ്മിതമാണ്, അങ്ങനെ നമുക്ക് തിരുത്തണം. കാരണം ആറ്റം ഈസ് ഡിവിസിബിൾ, ആറ്റത്തെ നമുക്ക് വിഭജിക്കാനാകും. ഒരു കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവില് ആറ്റത്തെ വിഭജിച്ചാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 കണികകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ആറ്റം ആണെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ നോക്കിക്കോണേ. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ ഉണ്ട്.
നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. പോസിറ്റീവ് പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാ അല്ലെ. ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളെ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ജെയിംസ് ചാഡ്വിക് ആണ് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. സെറ്റല്ലേ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് അടിസ്ഥാന കണങ്ങൾ അതല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ്. ഇതല്ലാതെ വേറെയും ഒരുപാട് കണങ്ങൾ ആറ്റത്തിനകത്തുണ്ട്. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോണുകളായ പോസിട്രോണുകളെ കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ചാർജ് ഇല്ലാത്തതും മാസ് വളരെ കുറഞ്ഞതുമായ ന്യൂട്രിനോ ആന്റി ന്യൂട്രിനോ കണങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മീസോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ, ക്വാർക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചോദ്യം, അതായത് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഈ ചോദ്യം ഒരല്പം കടന്നുപോയി എന്ന് തന്നെ പറയാം. സംഗതി എന്താന്ന് ചോദിച്ചാല്, ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, ബേസിക് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഇലക്ട്രോൺ, പോസിറ്റീവ് പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ സമ്മതിച്ചു. ഇനി അതിനെ നമ്മുടെ മോർ തിയറി അല്ലെങ്കിൽ നീൽസ് ബോർ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ ആ മോഡൽ പ്രകാരം മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം ന്യൂക്ലിയസ് ഉണ്ടല്ലേ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അറയൊന്നും അല്ല എന്ന് നമുക്കറിയാം. അവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും, പോസിറ്റീവ് പ്രോട്ടോൺ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ, പോസിറ്റീവ് പ്രോട്ടോൺ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ, കണ്ടോ? അവരാണ് എന്ത് ചെയ്യുന്നത്? കൂടിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടി അധിവസിക്കുന്ന ആ മേഖലയെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? ന്യൂക്ലിയസ് അതല്ലെങ്കിൽ അറ്റോമിക മർമ്മം എന്ന പേരിട്ടാ വിളിക്കുന്നത്. ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ന്യൂക്ലിയസ് അതല്ലെങ്കിൽ അറ്റോമിക മർമ്മം. ന്യൂക്ലിയസിനെ ചുറ്റി നിശ്ചിത ഊർജ മേഖലകൾ, അതായത് ഫിക്സഡ് എനർജി ലെവൽസ് എന്ന് പറയും. അതിനെ നിങ്ങൾക്ക് ഒന്നുകിൽ ഷെൽ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കാം, ഓർ സിംപ്ലി എനർജി ലെവലുകൾ, ഊർജ മേഖലകൾ, ഊർജ നിലകൾ എന്ന് വിളിക്കാം. അതില് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഈ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? കെ ഷെല്ല്, അതാണ് ആദ്യത്തേതിലെ 2 എണ്ണം. ഇനി അടുത്തതിലതേ കണ്ടോ 8 എണ്ണം, അടുത്തത് വരുമ്പോ 18 എണ്ണം. അങ്ങനെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട് ഷെല്ല് സബ്ഷെൽ കോൺസെപ്റ്റില്. ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അടിസ്ഥാന അറ്റോമിക കണങ്ങളായ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇവയുടെ സ്ഥാനം ആറ്റത്തിൽ ചോദിച്ചാൽ നമ്മൾ പറയും പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ന്യൂക്ലിയസ് ആയിട്ട് നിലകൊള്ളുന്നു, അല്ലെങ്കിൽ അറ്റോമിക മർമ്മമായിട്ട് നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ന്യൂക്ലിയോണുകൾ. അത് ആരൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിനെ ചുറ്റി ആറ്റത്തിനുള്ളിൽ ആ നിശ്ചിത ഊർജ മേഖല, ഫിക്സഡ് എനർജി ലെവൽസ്, ഷെല്ല് അതല്ലെങ്കിൽ ഓർബിറ്റില് ഈ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? സാധാരണ ഇവിടം വരെയാണ് കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുക. ഒരു 10th പ്രിലിംസ് എക്സാമിന് അതിന്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് കൂടി ഒന്ന് ചിന്തിക്കാനാണെങ്കിൽ ഈ ഇലക്ട്രോൺ, പ്രോട്ടോണ്, ന്യൂട്രോണുകളെ കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിലേക്ക് കാര്യങ്ങൾ പഠിക്കാം. എന്നാൽ നമ്മുടെ എക്സാമിന് അങ്ങനെയല്ല ചോദിച്ചത്. ഇവിടെ നിന്നും കുറച്ചും കൂടി ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു ചോദ്യമായിരുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കൂടാതെ വേറെയും കണികകൾ ആറ്റത്തിലുണ്ട് എന്ന് പറയുന്നതിനൊപ്പം അവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളിന്റെ പേരാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്, ക്വാർക്ക്. ഓക്കെ, ക്വാർക്കുകൾ എന്നാണ് നമ്മൾ അതിനെ പറയുക. ആദ്യം മനസ്സിലാക്കണം എന്താണ് ക്വാർക്ക്. അടിസ്ഥാന അറ്റോമിക കണങ്ങളായ ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ന്യൂക്ലിയസ്, അതല്ലെങ്കിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, അവരാണല്ലോ ന്യൂക്ലിയസ് ആയി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാ നോക്കൂ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആയി നിലകൊള്ളുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ, അതായത് ന്യൂക്ലിയോണുകൾ, ഇവര് ഉണ്ടാക്കിയിരിക്കുന്ന
അല്ലെങ്കിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നിർമ്മിച്ചിരിക്കുന്ന ലഘുകണങ്ങൾ, അടിസ്ഥാന കണങ്ങൾ, പ്രാഥമിക കണങ്ങൾ, ചെറിയ കണങ്ങൾ, അവയെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ക്വാർക്കുകൾ. ക്ലിയർ ആയോ? അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്കിൾ ഫിസിക്സിലേക്ക് വരുന്നതാണ്. അത്രയും ഡെപ്തിലേക്ക് പോകുമ്പോൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ബട്ട് നിങ്ങളെ അത്രയും കൺഫ്യൂസ് ചെയ്യിക്കാതെ അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഈ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ലഘുകണങ്ങൾ ആറ്റം, ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസ്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണേ. ആ ന്യൂക്ലിയസ് ആയി നിലകൊള്ളുന്ന പ്രോട്ടോണും ന്യൂട്രോണും, ആ പ്രോട്ടോണും ന്യൂട്രോണും വരെ നിർമ്മിച്ചിരിക്കുന്ന മൈന്യൂട്ട് അല്ലെങ്കിൽ പ്രാഥമിക കണങ്ങൾ, ചെറിയ കണങ്ങളെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ക്വാർക്കുകൾ. ഈ ക്വാർക്കുകൾ പ്രധാനമായും എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് അപ്ക്വാർക്ക് എന്നാ അറിയപ്പെടുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഡൗൺ ക്വാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്വാർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളും ന്യൂട്രോണും. ആറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിലെടുത്ത് കാണിക്കാൻ കഴിയില്ല. ആ സൂക്ഷ്മങ്ങളായ ആറ്റം വരെ ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതീന്നും ചെറുതാ. ആ ന്യൂക്ലിയസ് ആയി നിലകൊള്ളുന്ന പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുമ്പോൾ അതീന്നും ചെറുതാ. ചിന്തിക്കണേ എത്ര മൈക്രോസ്കോപ്പിക് ആണ്. ആ പ്രോട്ടോണും ന്യൂട്രോണും വരെ അല്ലെങ്കിൽ ആ ന്യൂക്ലിയോണുകൾ വരെ നിർമ്മിച്ചിരിക്കുന്ന ലഘുകണങ്ങളാണ് ക്വാർക്കുകൾ. 2 തരം ക്വാർക്കുകളുണ്ട്. അപ് ക്വാർക്കുകളുമുണ്ട്, ഡൗൺ ക്വാർക്കുകളുമുണ്ട്. ഈ പറയുന്ന കാര്യം തൊട്ട് എന്താണ്? പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോട്ടോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് 2 അപ് ക്വാർക്കുകൾ കൊണ്ടും അതുപോലെ ഒരു ഡൗൺ ക്വാർക്ക് കൊണ്ടാണെന്നും പഠിച്ചു വെക്കുക. ഇനി ന്യൂട്രോണിനെ ഉണ്ടാക്കിയിരിക്കുന്നതോ ഒരു അപ് ക്വാർക്ക് കൊണ്ടും അതുപോലെ 2 ഡൗൺ ക്വാർക്കുകൾ കൊണ്ടുമാണെന്ന് പഠിക്കുക. ക്ലിയർ ആയോ? ഇത് ഒരു 10th ലെവൽ പ്രിലിംസിന് നമ്മൾ അങ്ങനെ പഠിക്കുന്നതല്ല. ഈവൻ കേരള PSC ഒരു നോർമൽ എക്സാം എടുത്താൽ ഒരു ഡിഗ്രി ലെവലിന് പോലും ചോദിച്ചു കണ്ടിട്ടില്ല. ശരിക്കും ഇത് 10th ലെവലിന് ചോദിച്ചത് ഒരല്പം സാഹസം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് ഡെപ്തിലേക്കുള്ള കാര്യങ്ങളാണ്. മനസ്സിലാക്കുക, പ്രോട്ടോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് 2 അപ് ക്വാർക്കുകൾ കൊണ്ടും ഒരു ഡൗൺ ക്വാർക്ക് കൊണ്ടും. ഇതാണ് വസ്തുത, നിങ്ങൾ അറിഞ്ഞു വെക്കണം. ന്യൂട്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു അപ് ക്വാർക്ക് കൊണ്ടും 2 ഡൗൺ ക്വാർക്ക് കൊണ്ടും. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 അപ് ക്വാർക്ക് വരുമ്പോ കണ്ടോ 2U, ഒരു ഡൗൺ ക്വാർക്ക്. ഇനി ന്യൂട്രോൺ വരുന്ന കേസിലോ എങ്ങനെയാണ്? ഒരു അപ് ക്വാർക്കേ ഉള്ളൂ അല്ലേ? അപ്പൊ ഒരു അപ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും. കണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ അടിസ്ഥാന കണങ്ങളായ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇവയുടെ ചാർജിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് അല്ലേ, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് അല്ലേ, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന കാര്യം നമുക്കറിയാം അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. -1.6 × 10⁻⁻19 കുളോം. പ്രോട്ടോണിന്റെ ചാർജിന്റെ മൂല്യം ആക്ച്വലി ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യത്തിന് തുല്യം തന്നെയാണ്. 1.6 × 10⁻⁻19 കൂളോം തന്നെയാണ്. Then what's the difference? സെയിം വാല്യൂ ആണെങ്കിലും ഓപ്പോസിറ്റ് ചാർജ് ആണ്, അത് പ്ലസ് ആണ്. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാ. ന്യൂട്രോണിന് പിന്നെ ചാർജ് ഇല്ല എന്നറിയാം അല്ലെ? അപ്പോ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് ഒന്ന് കമ്പയർ ചെയ്തേ, അവര് ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്? രണ്ടും മൂല്യം അല്ലെങ്കിൽ വാല്യൂ സെയിം ആണ്. എന്നാൽ ഇവരുടെ ആപേക്ഷിക ചാർജ് അതല്ലെങ്കിൽ റിലേറ്റീവ് ചാർജ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ആ -1.6 × 10⁻⁻19 കൂളോം എന്നതിനെ -1, പ്രോട്ടോണിന്റെ ആ പോസിറ്റീവ് ചാർജ് +1.6 × 10⁻⁻19 കൂളോം എന്നതിനെ +1. അതങ്ങനെയല്ലേ?
സെയിം ആകുമ്പോൾ ഇലക്ട്രോൺ -1 ആണെങ്കിൽ പ്രോട്ടോൺ പിന്നെ +1 ആണല്ലോ. ന്യൂട്രോണിന് ചാർജ് ഇല്ല, അതുകൊണ്ട് 0. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ഇനി ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്മളിതാ ചോദ്യത്തിലേക്ക് വന്നു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. അവര് തന്നെ ആ ഡേറ്റ തരുന്നുണ്ട്. ഇനി അവര് തന്നെ പറയുകയാണ്, ഒരു അപ്ക്വാർക്ക് +2/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതുമാണ്. കണ്ടോ? അത് അവര് തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നു 2 ക്വാർക്കുകൾ പറഞ്ഞില്ലേ, അതില് അപ്ക്വാർക്കിന്റെ ചാർജ് എങ്ങനെയാണ്? +2/3 ഇലക്ട്രോണും ഡൗൺ ക്വാർക്ക് ആണെങ്കിൽ -1/3 ഇലക്ട്രോണും. കണ്ടോ? അവര് തന്നെ പറയുന്നുണ്ട്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്. ഇപ്പൊ 2/3 ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്ക്വാർക്കും -1/3 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡൗൺ ക്വാർക്കിന്റെ ചാർജുമാണ്. അപ്പോ ഇത്രയും ഡേറ്റ അവര് തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ആണെങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ A, B, C, D ഇതിലേതാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റ് പഠിച്ചു. ഇനി ഇത് ഓപ്ഷൻ വെച്ച് നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ പലർക്കും മനസ്സിലായിട്ടില്ല. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത്, അതായത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്കുകൾ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ. അപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞു പ്രോട്ടോണിൽ എത്ര, ന്യൂട്രോണിൽ എത്ര. യെസ്, അതാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ക്വാർക്ക്, അതായത് എന്തൊക്കെ ചേർന്നിട്ട്, ഏതൊക്കെ ക്വാർക്കുകൾ സംയോജിച്ചിട്ടാണ് ആ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായത്. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇതിലെ ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ A പറയുന്നത് പ്രോട്ടോണ് 2 അപ്ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും, ന്യൂട്രോണ് 1 അപ്ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും. ഈ ഓപ്ഷൻ A നമുക്കൊന്ന് അപ്ലൈ ചെയ്തു നോക്കാം. ഓപ്ഷൻ A. ഓപ്ഷൻ A പറയുന്നു പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 2 അപ്ക്വാർക്കും അതുപോലെ 1 ഡൗൺ ക്വാർക്കും. ഇനി ന്യൂട്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 1 അപ്ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? യെസ്. അപ്പൊ ഇവിടെ അപ്ക്വാർക്കിന്റെ ചാർജ് എത്ര എന്നാ പറഞ്ഞേ? +2/3 ഇലക്ട്രോൺ അല്ലേ? നോക്കണേ ഇനി ചെയ്യേണ്ട എങ്ങനെയാന്ന്. അതിൽ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ചാർജിന്റെ മൂല്യം അവരെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട്. ഞാൻ ആ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അങ്ങ് ഒഴിവാക്കുകയാണ്, വാല്യൂ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഡൗൺ ക്വാർക്കിന്റെ എത്രയാ അവര് പറയുന്നത്? -1/3 ഇലക്ട്രോൺ. ചെയ്തു നോക്കാം. ഇനി ഫസ്റ്റ് കേസിൽ അപ്ലൈ ചെയ്താൽ 2 അപ്ക്വാർക്ക്, അപ്പൊ 1 അപ്ക്വാർക്കിന്റെ ചാർജ് 2/3, അങ്ങനെ എത്ര എണ്ണം? 2 എണ്ണം. പ്ലസ് 1 ഡൗൺ ക്വാർക്ക്, 1 ഡൗൺ ക്വാർക്കിന്റെ ചാർജ് -1/3, ഒരെണ്ണമല്ലേ ഉള്ളൂ, മതി. 2 × 2 4/3 പ്ലസ് -1/3. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 - 1/3 എന്ന് പറഞ്ഞാൽ 3/3 അല്ലേ? യെസ്, അതായത് 1 എന്ന് പറഞ്ഞാൽ +1. കണ്ടോ? പ്രോട്ടോണിന്റെ ചാർജ് +1 അല്ലേ? നമ്മളിത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പ്രോട്ടോണിന്റെ ചാർജ് +1 ഇക്വലന്റ് ആണ് ആപേക്ഷിക ചാർജ്. അത് തന്നെ ചെയ്ത് കിട്ടിയില്ലേ? അപ്പൊ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ 2 അപ്ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും ചേരുമ്പോഴാണ് എന്താവുന്നത്? പ്രോട്ടോൺ ആവുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് കിട്ടി. ന്യൂട്രോൺ നമുക്ക് ചെയ്തു നോക്കാം. ന്യൂട്രോണിന്റെ കേസ് എന്താ പറയുന്നത്? 1 അപ്ക്വാർക്ക്. അപ്പൊ അപ്ക്വാർക്കിന്റെ വാല്യൂ എത്രയാ പറയുന്നത്? +2/3 ആണല്ലേ. ഡൗൺ ക്വാർക്ക് എന്താ പറയുന്നേ? -1/3 ഇലക്ട്രോൺ ആണല്ലേ. അപ്പൊ 1 അപ്ക്വാർക്ക് ആകുമ്പോൾ 1 × 2/3 പ്ലസ് 2 ഡൗൺ ക്വാർക്ക്. അപ്പൊ എത്ര എണ്ണമാണോ പറയുന്നത് അതിന്റെ അവരുടെ ചാർജ് മൂല്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്താൽ മതി. 2 ഡൗൺ ക്വാർക്ക് എന്ന് പറയുമ്പോൾ 2 × -1/3, അപ്പൊ 2/3 പ്ലസ്
-2/3 ക്യാൻസൽ ആയി പോയില്ലേ? 0. ന്യൂട്രോണിന്റെ ചാർജ് നോക്കിയടാ, കണ്ടോ? 0, ചാർജ് ഇല്ല. അപ്പോ ഏതൊക്കെ ക്വാർക്കുകൾ എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാ 0 ചാർജ് ഉള്ള ന്യൂട്രോൺ കിട്ടുക? നമുക്ക് 0 കിട്ടിയില്ലേ? കണ്ടോ? അപ്പൊ 0 കിട്ടിയത് എത്രയ്ക്കാ? ഒരു ഡൗൺ ക്വാർക്കും 2 അപ്പ് ക്വാർക്കും വന്നപ്പോ, ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും വന്നപ്പോ. മനസ്സിലായോ? അപ്പോ ശരിക്കും പ്രോട്ടോണിന്റെ ആ +1 ചാർജ് ന്യൂട്രോണിന് 0 ചാർജ് വന്നത് ഓപ്ഷൻ എയിൽ തന്നെയാണ്. ഓപ്ഷൻ എ എന്താ? പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും കൊണ്ടാണ്. ന്യൂട്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും കൊണ്ടാണ്. സെറ്റ് അല്ലേ? മാറിപ്പോകരുത്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി ഒക്കെ എന്ത് ചെയ്യാം? ഇവർ പറയുന്ന കണ്ടീഷനിൽ അതിൽ വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്ത് നോക്കൂ, ഈ ചാർജ് കിട്ടൂല. ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് റാൻഡമായിട്ട് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ഒന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്, നിങ്ങൾക്ക് ഒന്ന് പ്രൂവ് ചെയ്ത് തരാൻ. ഓപ്ഷൻ സി എന്താ പറയുന്നത്? പ്രോട്ടോണ് 3 അപ്പ് ക്വാർക്കും ന്യൂട്രോണ് 3 ഡൗൺ ക്വാർക്കും. ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ആണേ. പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 3 അപ്പ് ക്വാർക്ക് കൊണ്ട്, ന്യൂട്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഡൗൺ ക്വാർക്ക് കൊണ്ട്. ചെയ്ത് നോക്കിയാലോ? യെസ്. എടാ, അപ്പ് ക്വാർക്കിന്റെ വാല്യൂ എത്രയാ? +2/3 അല്ലേ? പ്രോട്ടോണിൽ 3 അപ്പ് ക്വാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഒരു അപ്പ് ക്വാർക്കിന്റെ വാല്യൂ 2/3 ആണ് ഇൻറ്റു 3 എണ്ണം അല്ലേ? അങ്ങനെ 3 എണ്ണം വരുമ്പോഴത്തേക്കും എത്രയായി? 3 കട്ടായി പോവോ? എത്രയാ? 2. അതായത് പ്രോട്ടോണിന്റെ ചാർജ് +2 വരണം. വരുവോ? പ്രോട്ടോണിന്റെ ചാർജ് +1 അല്ലേ? ന്യൂട്രോൺ പറയുന്നത് 3 ഡൗൺ ക്വാർക്ക് കൊണ്ടാ. ഡൗൺ ക്വാർക്കിന്റെ ചാർജ് എന്താ? -1/3. -1/3 എന്ന് പറയുമ്പോൾ 3 ഡൗൺ ക്വാർക്കാ. അപ്പൊ 3 × -1/3 അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? -3/3, അതായത് -1. ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത കണമല്ലേ, അവൻ എങ്ങനെ -1 ചാർജ് കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ സി വെച്ച് നോക്കിയാൽ പ്രോട്ടോണിന്റെ ചാർജ് +2, ന്യൂട്രോണിന്റെ ചാർജ് -1. അത് തെറ്റല്ലേ? അങ്ങനെയാണോ? നമുക്കറിയാലോ, പ്രോട്ടോണ് +1ഉം ന്യൂട്രോണ് 0യും കിട്ടണം. കണ്ടോ? അപ്പൊ ഓപ്ഷൻ സി സെറ്റ് അല്ല. ഓപ്ഷൻ ഡിയും കിട്ടില്ല, ബിയും വരില്ല. ബി എന്ന് പറയുന്നത് എയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ എന്തായാലും തിരിഞ്ഞല്ലേ വരിക. ശരിക്കും കറക്റ്റ് ആൻസർ എന്താ? പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 2 അപ്പ് ക്വാർക്കുകളും 1 ഡൗൺ ക്വാർക്കും, ന്യൂട്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും കൊണ്ട്. ക്ലിയർ ആയോ? അപ്പോ ഈ ലെവലിലെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെയൊക്കെ ഇത്രയും കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ക്വാർക്ക് വരെ അറിയാമെന്നാൽ കൂടിയും ആ പ്രോട്ടോണും ന്യൂട്രോണും ഇത്ര ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കണം. ആപേക്ഷിക ചാർജ് +1, -1, 0 അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലും 10th പ്രിലിംസിലെ കുട്ടികൾ ഇത്രയും ചിന്തിക്കില്ല, അത്രയും അവർക്ക് ആവശ്യമില്ല. കാരണം എക്സാം അതാ, 10th പ്രിലിംസാ. 10th പ്രിലിംസ് എന്ന് പറയുമ്പോൾ LGS സിലബസ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 10th പ്രിലിംസിന്റെ എക്സാമിന് ഈ ലെവലിൽ ഒരു ചോദ്യം കേരള PSC ചോദിച്ചെങ്കിൽ ഒരു LPUP എക്സാമിന് എന്തായിരിക്കാം, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് എന്തായിരിക്കാം, 12th ലെവലിന് എന്തായിരിക്കാം, ഇതിന്റെ അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ PYQs മാത്രം പഠിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എക്സാംസ് പാസ്സാവില്ല, 100% ഞാൻ പറയാം. PYQ നോക്കണ്ട, അത് നിങ്ങളെ ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നതല്ല. PYQ നോക്കണ്ട എന്നല്ല പറയുന്നത്, PYQs നോക്കണം. അതിനൊപ്പം നമ്മൾ എന്ത് കോൺസെപ്റ്റ് ആണോ പഠിക്കുന്നത് അതിനെ, പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസ് ആണ് ഇനി നമുക്ക് പണി തരാൻ പോകുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വായിച്ചിങ്ങനെ വിടാൻ പറ്റുന്ന സംഗതികളല്ല. ഈ പറയുന്ന കോൺസെപ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമുക്കിനി അങ്ങോട്ട് ക്വാണ്ടം നമ്പേഴ്സ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കെമിസ്ട്രിയിലൊക്കെ. ഫിസിക്സിലും പ്രോബ്ലമാറ്റിക് സംഗതികളൊക്കെ വരുമ്പോൾ കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. SCRT മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ട് നമുക്ക് മാർക്കിന് കിട്ടില്ല. SCRTയുടെ കൂടെ നിങ്ങൾ +1, +2 ലെവലിലുള്ള കാര്യങ്ങൾ അതേപടി എടുത്ത് പഠിക്കണ്ട. അവിടെ ഈ വെക്ടർ ആൾജിബ്രയും വെക്ടർ അഡിഷനും അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി സിലബസിന്റെ അകത്ത് നിന്നുകൊണ്ട് SCRTക്കൊപ്പം NCRTയും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. കാരണം ഫിസിക്കൽ സയൻസ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേണിലാവില്ല ഇനി ക്വസ്റ്റ്യൻസ് വരിക. പണ്ടൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ടിട്ട് അടുത്തത് എന്താവും ഊഹിക്കാം.
നിങ്ങൾ നോക്കിയാൽ മതി 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസും സെക്കൻഡ് സ്റ്റേജിലെ ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്താൽ സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇതുപോലെ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് കുറച്ച് കടുപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നോ, എന്ത് വരുമെന്നോ, ഏത് ലെവലിൽ പഠിക്കണമെന്നോ. എന്നാലും ഈ കണ്ട ട്രെൻഡുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ പഠനം SCERT മാത്രം ഒതുക്കരുത്, NCERT കൂടി വരിക. പിന്നെ കാണാതെ പഠിക്കരുത്, സയൻസ് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പഠിക്കുക. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ഭാഗങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. ഇനി ഫിസിക്കൽ സയൻസിന് റാങ്ക് മേക്കിംഗ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഫിസിക്കൽ സയൻസിനെ നിങ്ങളെ ഒരു തരത്തിലും ഡിസ്കറേജ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സങ്കടപ്പെടാനോ അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീച്ചേഴ്സ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ലെവലിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ പിള്ളേർ അങ്ങനെ ഇരുന്ന് ചിന്തിക്കില്ല. അപ്പോൾ ഒരു 10th പ്രിലിംസിനായിരുന്നു ഈ ചോദ്യം ചോദിച്ചതേ. അപ്പോൾ ഹയർ ലെവൽ എക്സാംസിന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം, അവരെന്തും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുക, പഠനം കുറച്ചും കൂടി ഒന്ന് ഹയർ ലെവലിലേക്ക് കൊണ്ടുവരിക, NCERT ലെവലിലേക്ക് കൊണ്ടുവരിക. എന്നാൽ NCERT എല്ലാം കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല, അത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ അതിലേക്ക് നയിക്കാൻ ഞങ്ങളുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും, സൈലത്തിലെ പുതിയ ബാച്ച് ഒന്നും തുടങ്ങുന്നില്ലേ? ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. കോഴ്സ് ഫീ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സാമിന്റെ അന്ന് വരെ വാലിഡ് ആയിരിക്കും. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 20-നാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. മികച്ച അധ്യാപകരുടെ ക്ലാസ്സസ് SCERT, NCERT ഇവിടെ ഉറപ്പായിട്ടും സൈലത്തിലെ ക്ലാസ്സസ് NCERT കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് 100% ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സസ് NCERT, SCERT കവർ ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ മികച്ച മെന്റർ സപ്പോർട്ട്, മികച്ച അധ്യാപകരും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ബാക്ക് സപ്പോർട്ട് സൈലത്തിൽ നിന്നുണ്ടാവും. അതിനെ മാക്സിമം യൂസ് ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് കോഴ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ സെക്കൻഡ് ബാച്ച്, ഒരു ബാച്ച് ഇപ്പോൾ റണ്ണിംഗ് ആണ്, സെക്കൻഡ് ബാച്ച് വരുന്നുണ്ട്. കോഴ്സ് ഫീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഡിസംബർ 6-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വാലിഡിറ്റിന്റെ എക്സാം വരെയുണ്ട്. അപ്പോൾ എന്തിനാ മടിച്ചിരിക്കുന്നത്? വരൂ, പെട്ടെന്ന് വരൂ, ജോയിൻ ചെയ്യൂ, നമുക്ക് പഠിക്കാം. പിന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. LP UPയിലായിട്ട് സൈലം റാങ്കൊക്കെ തൂത്തുവാരി നമ്മുടെ സക്സസ് മീറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, കേരള PSC എന്ന് പറഞ്ഞാൽ അത് സൈലമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചരിത്രം സൃഷ്ടിക്കണം. ഈ 8 ഫസ്റ്റ് റാങ്ക്, 7 ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ ഉള്ളത് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം, 14 ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കണം. എല്ലാ ജില്ലകളിലും ഇനി ഫസ്റ്റ് റാങ്ക് എത്തിക്കണം. അതുപോലെ ഒരുപാട് റാങ്കുകൾ നമുക്ക് വാങ്ങണം. അത് സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വാങ്ങേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു LP UP ദ്രോണ അതിന്റെ സെക്കൻഡ് ബാച്ചിലേക്ക്. കോഴ്സ് ഫീ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെയും 1 ഇയർ വാലിഡിറ്റി ആണ് കോഴ്സിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഭാവിയിൽ ഏത് ഗവൺമെന്റ് പോസ്റ്റിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുവോ, അതിന് വേണ്ടിയിട്ട് അതാത് ബാച്ചിൽ അല്ലെങ്കിൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏത് ബാച്ചായാലും എല്ലാ ബാച്ചിലും മികച്ച എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസും മെന്റർ സപ്പോർട്ടും നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ.